കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മാത്യു കുഴൽനാടൻ രംഗത്ത് വന്നിരുന്നു. CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വഴിവിട്ട ഇടപെടലുകൾ നടത്തിയെന്നും അതുപോലെ തന്നെ അതിനുള്ള തെളിവുകളൊക്കെ തന്റെ പക്കൽ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു മാത്യു കുഴൽനാടൻ രംഗത്ത് വന്നത്. മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്നതോടൊപ്പം തന്നെ മന്ത്രി MP രാജേഷിനെയും അതുപോലെ തന്നെ വ്യവസായ മന്ത്രി P രാജീവിനെയും അദ്ദേഹം വെല്ലുവിളിക്കുന്നുമുണ്ട്. ഒരു സംവാദത്തിന് താൻ തയ്യാറാണെന്നും താൻ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടില്ല എന്നും P രാജീവും അതുപോലെ തന്നെ MP രാജേഷും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയാൻ താൻ തയ്യാറാണെന്നുമൊക്കെ മാത്യു കുഴൽനാടൻ പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ വ്യവസായ മന്ത്രി P രാജീവ് മാത്യു കുഴൽനാടനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. മുൻപ് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയണമെന്നാണ് P രാജീവ് ആവശ്യപ്പെടുന്നത്. P രാജീവ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞത് ഇങ്ങനെയാണ്: സംവാദത്തിന് വിളിക്കും മുൻപ് നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ മിസ്റ്റർ മാത്യു കുഴൽനാടൻ. 1. വിവാദമായ കമ്പനിക്ക് കേരളത്തിലെ സർക്കാർ നൽകിയ ഏറ്റവും വലിയ സഹായം മൈനിങ് ലീസാണ്. 2002 ശ്രീ AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ തുടങ്ങിയ നടപടിക്രമങ്ങളുടെ അവസാന ഘട്ടമായി 15/9/2004 മൈനിങ് ലീസ് നൽകിയത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്. കുഴൽനാടന്റെ വാദം അനുസരിച്ചാണെങ്കിൽ ഈ വലിയ സഹായത്തിന് ആരാണ് ഉത്തരവാദി? അന്ന് കുഴൽനാടൻ പൊട്ടിച്ച വെടിയിലെ ഉണ്ട കൊള്ളേണ്ട UDF നേതാക്കളിൽ ജീവിച്ചിരിക്കുന്നവരാരും പ്രതികരിക്കാത്തത് എന്തുകൊണ്ട്? ഇന്നും കുഴൽനാടൻ ഒന്നും പറഞ്ഞില്ല. 2. മുഖ്യമന്ത്രി യോഗം വിളിച്ചതിന് ഒറ്റവാചക വിശദീകരണമാണ് നൽകിയതെന്ന അസംബന്ധം പറയുമ്പോൾ ഞാൻ നടത്തിയ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത മാധ്യമപ്രവർത്തകരെങ്കിലും ഉള്ളിലെങ്കിലും പരിഹാസത്തോടെ ചിരിച്ചിട്ടുണ്ടാകും. പൊതുവായ കാര്യങ്ങൾക്കാണ് യോഗം വിളിച്ചതെന്ന് വ്യക്തമാക്കി. യോഗമെടുത്ത തീരുമാനങ്ങൾ പത്രസമ്മേളനത്തിൽ വായിച്ചതിനു ശേഷം ആവശ്യമെങ്കിൽ നോക്കിക്കൊള്ളാൻ മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്തു. ആ യോഗത്തിലെ തീരുമാനങ്ങളിലെ അവസാനത്തേതാണ് സുപ്രീം കോടതി വിധി സംബന്ധിച്ച് അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം തേടണമെന്നത്. കമ്പനിക്കെതിരായ അഡ്വക്കേറ്റ് ജനറൽ നിയമോപദേശവും നൽകി. ഇത്രയും ബുദ്ധിമുട്ടി മാത്യു കുഴൽനാടൻ പറയുന്ന സവിശേഷ അധികാരം ഉപയോഗിച്ച് യോഗം വിളിച്ച് ലീസ് നൽകേണ്ടതില്ലെന്ന് നിയമോപദേശം അഡ്വക്കേറ്റ് ജനറലിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്ത് കമ്പനിയെ സഹായിച്ചുവെന്ന ആരോപണം അസംബന്ധമല്ലേ എന്ന ചോദ്യവും പത്രസമ്മേളനത്തിൽ ഉന്നയിച്ചിരുന്നു. മറുപടി കണ്ടില്ല. 3. തോട്ടപ്പള്ളിയിൽ സ്പിൽവേയിൽ നിന്ന് കരിമണലെടുത്ത് CMRLന് നൽകുന്നുവെന്ന ആരോപണത്തിന് നവകേരള സദസ്സിൽ വെച്ച് മറുപടി നൽകിയതോടെ അത് ചീറ്റിപ്പോയ പടക്കമായിരുന്നു. തോട്ടപ്പള്ളിയിൽ നിന്ന് എടുക്കുന്ന മണലിൽ 50% IMREയും 50% KMMLും കൈകാര്യം ചെയ്യുന്നു. ഇതിൽ നിന്നും ശരാശരി 15% ഇൽമനൈറ്റ് ആണ് ലഭിക്കുന്നത്. തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് ലഭിക്കുന്ന മണലിൽ നിന്നും IRE വേർതിരിച്ചെടുക്കുന്ന ഇൽമനൈറ്റ് പൂർണ്ണമായും KMMLനു മാത്രമേ കൊടുക്കാനാവൂവെന്ന് വ്യവസ്ഥ ചെയ്യുന്ന IMOU പൊതുയോഗത്തിൽ പരാമർശിച്ചിരുന്നു. ഇതിന്റെ കോപ്പിയും കാണിച്ചു. അങ്ങനെയൊരു MOU ഉള്ളപ്പോൾ എങ്ങനെ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് ലഭിക്കുന്ന മണലിൽ നിന്ന് പ്രോസസ് ചെയ്യുന്ന ഇൽമനൈറ്റ് IRE എങ്ങനെ പുറത്തു കൊടുക്കും? സ്വന്തം ആവശ്യത്തിനായി IREയിൽ നിന്ന് കൂടി ഇൽമനൈറ്റ് വാങ്ങുന്ന KMML ആർക്കും ഇൽമനൈറ്റ് വിൽക്കുന്നില്ല. പലർക്കും വിപണിയിൽ ഇൽമനൈറ്റ് വിൽക്കുന്ന IRE കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനവുമാണ്. ഇക്കാര്യം വ്യക്തമാക്കിയതിനു ശേഷം അതിനോട് പ്രതികരിക്കാതെ പാർട്ട് 2 എന്ന് പേരിട്ട് ചീറ്റിയ പടക്കം വീണ്ടും കൊണ്ടുവന്നതിനോട് എന്ത് പ്രതികരിക്കാനാണ്? 4. ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലായതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അധികാരമില്ലാത്തതുകൊണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ എന്ന നിലയിലാണ് യോഗം വിളിച്ചതെന്ന് ഒരു MLA പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ചുമതലകളെ സംബന്ധിച്ച് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ടേ? അല്ലെങ്കിൽ 2012 തോട്ടപ്പള്ളിയിൽ സ്പിൽവേയിൽ നിന്ന് തന്നെ IREക്ക് മാത്രമായി മണൽ വാരാൻ അപേക്ഷ കിട്ടി 1 മാസത്തിനുള്ളിൽ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി അനുമതി നൽകിയത് എങ്ങനെയെന്ന് അന്നത്തെ മന്ത്രിസഭാ അംഗങ്ങളോടെങ്കിലും ചോദിക്കുന്നത് നന്നായിരിക്കും. ആ ഫയലും വിവരാവകാശത്തിൽ കിട്ടും. 5. കൈവശം വെക്കാവുന്നതിന് അപ്പുറത്ത് ഭൂമി രജിസ്റ്റർ ചെയ്ത് നൽകിയ UDFന്റെ MLA ഇപ്പോൾ ഇളവ് നൽകണമെന്ന അപേക്ഷ തള്ളിയ LDFനെതിരെ അസംബന്ധവുമായി വന്നാൽ എന്ത് സംവാദം നടത്തണം? മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ലഭിക്കുന്ന നിവേദനങ്ങൾ ഓരോന്നും താഴോട്ട് അയക്കുന്നതും മറ്റും സാധാരണ രീതിയാണെന്ന കാര്യമെങ്കിലും അറിയാത്ത മട്ടിൽ ആവർത്തിക്കുന്നത് ബോംബാണെന്ന മട്ടിൽ ആത്മനിർവൃതി കൊള്ളാം. നിയമാനുസൃതം രജിസ്റ്റർ ചെയ്ത ഏത് സ്ഥാപനത്തിന്റെയും വ്യക്തിയുടെയും പരാതി ലഭിച്ചാൽ പരിശോധിച്ച് നിയമവും ചട്ടവും അനുസരിച്ച് നടപടി സ്വീകരിക്കുകയാണ് സർക്കാർ നയം. ഇത്തരത്തിൽ 5 ചോദ്യങ്ങളാണ് മാത്യു കുഴൽനാടനോട് P രാജീവ് ചോദിക്കുന്നത്. ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമായി പറയുന്നുണ്ട് AK ആന്റണിയുടെ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ച ഒരു സഹായമാണിതെന്നും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ്
ഇത് പൂർത്തീകരിക്കുന്നതെന്നും. മാത്രമല്ല, ഒരു പൊളിറ്റിക്കൽ ബോംബ് എന്ന തരത്തിൽ മാത്യു കുഴൽനാടൻ ഈ ഒരു വിഷയം ചർച്ചയാക്കി ഒടുവിൽ അത് കോൺഗ്രസിന് തന്നെ വിനയാകുന്ന തരത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. മുൻപ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം നടത്തവേ പി രാജീവിനെയും MP രാജേഷിനെയും മാത്യു കുഴൽനാടൻ ഒരു സംവാദത്തിന് വെല്ലുവിളിച്ചിരുന്നു. ഇത്തരത്തിലേക്ക് ഒരു സംവാദത്തിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ മാത്യു കുഴൽനാടൻ മറുപടി പറയേണ്ടത് അനിവാര്യമാണെന്നാണ് പി രാജീവ് പറയുന്നത്. കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ നിരത്തിയ എല്ലാ തെളിവുകളും തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉന്നം വെച്ചുകൊണ്ടായിരുന്നു. മിനിറ്റ്സ് ഒക്കെ പുറത്തു വിട്ടുകൊണ്ടായിരുന്നു മാത്യു കുഴൽനാടൻ രംഗത്ത് വന്നിരുന്നത്. മുൻപ് MP രാജേഷ് പറഞ്ഞിരുന്നതാണ് ഒരു ഹിറ്റ് ആൻഡ് റൺ ശൈലിയാണ് മാത്യു കുഴൽനാടന് ഉള്ളതെന്ന്. എന്നാൽ അതിനെ എതിർത്തുകൊണ്ടായിരുന്നു മാത്യു കുഴൽനാടൻ സംസാരിച്ചത്. താൻ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടില്ല, MP രാജേഷിന്റെയും അതുപോലെ തന്നെ പി രാജീവിന്റെയും ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയാൻ താൻ തയ്യാറാണെന്ന് മാത്യു കുഴൽനാടൻ വ്യക്തമാക്കിയിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ പി രാജീവ് ഇത്തരത്തിൽ 5 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഏത് രീതിയിലാണ് മാത്യു കുഴൽനാടൻ മറുപടി പറയുക എന്ന് കണ്ടറിയണം.